യൂത്ത് കാർണിവലിലേക്ക് സ്വാഗതം. FOJയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡും നമ്മൾ അവരോടൊപ്പമാണ്. ജേക്കബേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ആദ്യം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ വന്നതാണ്. അപ്പം ഞാനും അതേപോലെ, അതായത് ഞാൻ MSW പഠിച്ചിറങ്ങിയിട്ട് എക്സ്പീരിയൻസിന് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ IELTS പഠിക്കാൻ പോയിട്ട് ഞാനൊരു പിന്നെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞ ഒരു 2 വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴും പുതിയ ആൾക്കാർ 2-3 പേര് 5-6 പേര് കൂടിയെന്നല്ലാണ്ട് പഴയ മക്കൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് വന്ന് നമ്മളിടയ്ക്ക് ഇപ്പോൾ വന്നു പോയാലും ഓർമ്മയുണ്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ജേക്കബേട്ടൻ ഉണ്ടായിരുന്നു? ഇപ്പൊ ബ്രേക്ക് എടുത്തിട്ട് വന്നതല്ലേ? ഞാനിപ്പോ ഇവിടെ ആദ്യം വന്നത് ഒരു 2012-13 ആ കാലഘട്ടത്തിലാണ്. ഇപ്പൊ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജോണി ചേട്ടൻ, ചാന്തൻ, അവരൊക്കെ ഇവിടെ നിന്ന് പോയി. അപ്പരാജ് എന്ന് പറഞ്ഞൊരു വയ്യാത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ സമയത്ത് ആൾ മരണപ്പെട്ടു. പിന്നെ രാജീവേട്ടൻ, ജോസേട്ടൻ, അങ്ങനെയുള്ള കുറച്ച് പേരാ. അവർക്ക് നമ്മളെ ഓർമ്മയുണ്ട്. പക്ഷെ അവർ ചോദിക്കുന്ന അവരുടെ പോലത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മളെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ബെറ്റർ ആയപ്പോൾ തിരിച്ചുകൂടെ കൊണ്ടുവന്നു എന്ന രീതിയിലാണ് 1-2 പേര് വന്ന് ചോദിച്ചത്. അപ്പം നമ്മൾ അവരുടെ ധാരണയെ തിരുത്താനായിട്ട് പോയില്ല. കാരണം അത് അവർക്ക് കൂടുതലൊരു വിഷമമാണ്. പിന്നെ പലപ്പോഴും നമ്മൾ അവരിൽ ഒരാളായി നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വേറൊരു ലെവലിലാണ് അവരെല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് വിട്ട് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവരെ നോക്കാനായിട്ടൊന്നും ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ ഇവിടെ വന്നപ്പോൾ ഒരു മോഷൻ പാസ് ചെയ്യുക, അല്ലെങ്കിൽ അൺക്ലീനായിട്ട് ബാത്റൂം യൂസ് ചെയ്യുക, അതൊക്കെ സ്റ്റാർട്ടിങ്ങിലൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ അതിലേക്കൊക്കെ ഒന്നും കൂടിയും ബെറ്ററായിട്ട് അത് അവരുടെ കൂടെ നിൽക്കാനായിട്ട് സാധിച്ചത്, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും വളരെ ഒരു വിഷമമില്ലാതെ നമ്മളെ നോക്കുന്നത്, നമ്മുടെ ബന്ധുക്കളാണെങ്കിലും. അപ്പം അവർ വയ്യാതാകുമ്പോഴും നമ്മളും അവരെന്തായാലും നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ച് അവർ വലിയ ഉണ്ണികളാണ്, വലിപ്പമുള്ള ഉണ്ണികൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ച് നമ്മൾ ഈ വലിപ്പമുള്ള ഉണ്ണികളെ നോക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അപ്പം നമ്മളെ പരസ്പരം ഹെൽപ്പ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമ്മളെയും ഇതുപോലത്തെ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. പലപ്പോഴും സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്. അല്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മുമ്പുണ്ടായ ഡയറക്ടർ അച്ഛൻ, ജോയ്സൺ അച്ഛൻ ഒരു വേറൊരു സ്ഥലത്തൊരു ടോക്കിന് പോയപ്പം ആ അച്ഛൻ അവിടുത്തെ ആ കമ്മ്യൂണിറ്റിയോട് അച്ഛൻ പറയാണ്, അതായത് എൻ്റെ മക്കള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാണ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് ഇപ്പം നമ്മളിപ്പം, അതായത് ഇപ്പം നമ്മളൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇവര് കുർബാനയ്ക്ക് നിൽക്കുന്നത് നമ്മൾ വാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മളൊക്കെ നമ്മളിപ്പോൾ ശരിക്കും എന്നും പള്ളിയിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കൊന്നും അറിയില്ലെങ്കിലും ഇപ്പൊ പലപ്പോഴും കുർബാന ചെല്ലണ വൈദികൻ എന്താണോ ചെയ്യണേ അത് ഇവർ പലപ്പോഴും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണ കാണാം. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ ചാപ്പലിലായാലും വന്നിരുന്ന് അവർ ചെയ്യണ കാണാം. അപ്പം ശരിക്കും പറഞ്ഞാല് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എന്നെക്കാളും കുറച്ചും കൂടി ഹൈ ലെവലുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കഴിഞ്ഞ മാസം എൻ്റെ ഗെറ്റ് ടുഗെദർ ഉണ്ടായപ്പോൾ കാരണം ഞാൻ ഒന്നല്ലെങ്കിൽ അവർ മാറി ഒരു ഗവൺമെന്റ് സർവീസ് കയറിയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് എന്താ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ MSW പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണില്ല. കാരണം അത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇപ്പം എന്നോട് വന്ന ടൈമിൽ എന്നോട് ചോദിച്ചു, ചേച്ചി ഇവിടെ ചെയ്യണ ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാന്ദ്രയോട് പറഞ്ഞു, സാന്ദ്ര, ഓരോ തവണയും ഓരോ ടൈമിലും ഓരോ ജോലിയായിരിക്കും. അതായത് ഇന്ന ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഡ്യൂട്ടി ചെയ്യാൻ പാടുള്ളൂ. ഇല്ല, അപ്പം നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് സർവീസിൽ പോകുമ്പോൾ ഒരു ബാങ്ക് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അക്കൗണ്ട് സെക്ഷൻ മാത്രം നോക്കിയാൽ മതി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജോഷ്നേച്ചി ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ജോഷ്നേച്ചിയും
ആ ഒരു നഴ്സ് എന്നുള്ളതിലുപരി ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഇത് മാത്രം ചെയ്താൽ മതി, ഡ്രസ്സിങ് അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ ഈ മക്കളുടെ അടുത്ത് നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇവിടെ നിൽക്കാൻ ഒരു 100% പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാന്ന് അന്ന പറഞ്ഞത് ശരിയാണ്. കാരണം ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ തിയററ്റിക്കലായി പറയുമ്പോൾ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ലവ് യുവർ പ്രൊഫഷൻ, ലവ് യുവർ പ്രൊഫഷൻ. പക്ഷെ നമുക്കത് പറയാൻ പറ്റുന്നല്ലാതെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ലവ് യുവർ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുമാതിരി ഇതായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ലവ് യുവർ പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു അർത്ഥം എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ഞാൻ നഴ്സിംഗ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കാരണം നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള കെയർ വരെ കൊടുക്കുകയാണ്. അപ്പോൾ അടി തൊട്ടെന്ന് പറയില്ലേ, നമ്മൾ ഇപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻസിനെ ഡ്രസ്സിങ് കൊടുക്കണു, ബെഡ് സോറുള്ള പേഷ്യൻസിനെ അങ്ങനെ. അപ്പോൾ അടി തൊട്ട് തുടങ്ങുകയാണ് നമ്മൾ. ശരിക്കും നഴ്സിങ്ങിൻ്റെ ഒരു ബേസിക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലവ് യുവർ പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ ഒരു വലിയ മീനിങ് ഇവിടുന്നാണ്. ഞാൻ സത്യത്തിൽ 4 വർഷം മുന്നേ നഴ്സിംഗ് പഠിച്ചെങ്കിലും ഇവിടെ വന്നിട്ട് വീണ്ടും ആദ്യത്തുനിന്ന് ഒരു എന്താ പറയാ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. എനിക്ക് തോന്നി ഇങ്ങനെ ഇപ്പം എന്താണെന്ന് വെച്ചാലേ ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് വേറൊരു സഹായമില്ല, ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്നിട്ടും നമുക്കിതിങ്ങനെ ഇപ്പം തുടർന്നുകൊണ്ട് പോകും. ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പം എല്ലാ ദിവസവും ഇപ്പോൾ ഒരു 19 കൊല്ലത്തോളമായി നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ കഞ്ഞി വിതരണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു വണ്ടി തന്നെ ഉണ്ട്. വണ്ടിയിൽ നമ്മളിങ്ങനെ കഞ്ഞി കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും കൊടുക്കുന്നു. ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ ചില സമയത്ത് അവിടെ ഞാൻ ഈ കഞ്ഞി കുടിച്ചിട്ടുണ്ട്, ഈ സെമിനാരിക്ക് വരുന്നതിലൊക്കെ മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഈ കാബിൽത്താർ അവിടെ നിന്ന് ഉള്ള ഫ്രണ്ട്സ് ഓഫ് ജീസസിൻ്റെ വണ്ടിയാണ് അവരങ്ങനെ കൊണ്ടുവന്നിട്ട് തരാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാണെങ്കിലും ഇപ്പം ഇത്രയും കൊല്ലമായിട്ട് ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ വന്ന് പ്രേക്ഷിതരായിട്ട് വരുന്നു. അവർക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടാ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് തിരിച്ച് ഓരോ ദിവസം ഓരോ കുറച്ച് ഗ്രൂപ്പ് ആളുണ്ട്, അതിലൊരു ഡ്രൈവറെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചേട്ടായാണ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് അപ്പം ഞാൻ ഇടയ്ക്ക് വിചാരിക്കുന്നു ഇവർക്കൊന്നും ഇപ്പോൾ വേറെ പണിയില്ലേ എന്ന്. കാരണം എന്തെങ്കിലും പണിയില്ലാണ്ട് അവിടെയൊക്കെ ജീവിക്കും, അവർക്ക് ഓരോ കുടുംബം ഉണ്ടാവില്ല ഈ വരുന്നവർക്കൊക്കെ. അപ്പോൾ എന്നിട്ട് അവരിങ്ങനെ കൂളായിട്ട് ഇതൊക്കെ ചെയ്യണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനോട് കൃത്യം ചോദിച്ചു ഇതെന്താ കേസ്. അപ്പോൾ ആള് ഉച്ച പറയേണ്ട ലീവ് എടുത്തിട്ട് ഇവിടെ വന്നേക്കണേ. അപ്പോൾ ഉള്ള ജോലി കളഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ വേറെ ഇതായ കാരണം ഇവിടെ നമ്മൾ ഇട്ടേക്കാം. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്തായാലും ഇവിടെ വരണ്ടേ. പക്ഷെ ഇങ്ങനെ ജോലി ലീവൊക്കെ എടുത്തിട്ട് വന്നിട്ട് വരാന്ന് പറഞ്ഞപ്പോഴേ പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ പോസിറ്റീവാണ്. പക്ഷെ ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. എന്നിട്ട് ആ കോൾ വന്നിട്ട് പറഞ്ഞേ അതെ ഇവിടുത്തെ ഒരു മകനെ ഇവിടെ ആക്കിയതിൻ്റെതാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞാണ് അച്ഛാ അതെ അവിടെ നിങ്ങൾ ആ ആൾക്ക് ആ ചേട്ടായിനെ അവിടെ നിർത്തരുത്. കാരണം ആൾക്ക് ആവശ്യത്തിന് സ്ഥലവും പിന്നെ അതുപോലെ സ്വത്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും പറമ്പും ആളുടെ പേരില്ല. അപ്പോൾ ഇപ്പോൾ ആ വീടും പറമ്പും നോക്കേണ്ടത് ആളുടെ അനിയനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ നിർത്തരുത്. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ നിൽക്കണ ആളുടെ ചേച്ചിയാണ് അവർ 2-3 പേര് മക്കളുണ്ടായില്. അപ്പോൾ അനിയനാണ് ഈ വീടും പറമ്പ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ ചേട്ടനെ കിട്ടുന്നുണ്ട്. അപ്പോൾ മൂത്തത് ഈ പെങ്ങള്, പിന്നെ ഈ ഇവിടെ നമ്മുടെ ഇവിടെയുള്ള മകൻ, പിന്നെ അതിന് താഴെയുള്ള ആള്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എന്താ ഇപ്പോൾ പ്രശ്നം ഇവിടെ നിർത്താണ്ടിരിക്കുക എന്താ പറയണേ. അല്ല അവൻ അവിടെ വീടും ഇതൊക്കെ ഉണ്ട്, അവൻ അവിടെ അനിയൻ നോക്കേണ്ടതാണ്, അവൻ നോക്കാണ്ടാണ് ഇവിടെ ഇങ്ങോട്ട് വിടണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് കാരണം ഇവിടെ നിർത്തരുത്, പറഞ്ഞു വിടണം അങ്ങോട്ട് ആക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വിളിച്ചു നോക്കാം, ആ ചേട്ടനെ വിളിച്ചു നോക്കാം. അങ്ങനെ വിളിച്ചു നോക്കിയിട്ട് എങ്ങാനും ആ ചേട്ടൻ അവര് ഇതൊക്കെ ആയിട്ടാണ് അവിടെ എന്തോ ഒരു ശല്യം പോലെ ആക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇനി അവർ വീണ്ടും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോയില്ലോ. അപ്പം ഞാൻ ചോദിച്ചു ഇനി എങ്ങാനും ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് ആ ചേട്ടൻ സമ്മതിച്ചില്ല എന്ന് നോക്കി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊണ്ടുപോയില്ല, അവൻ കൊണ്ടുപോകണം, കാരണം അവൻ്റെ പള്ളയിലിരിക്കട്ടെ എന്ന്. കാരണം ഇതാണല്ലോ അവനാണ് സ്ഥലമൊക്കെ കൊടുത്തത്. അപ്പോൾ അവൻ അത് നോക്കാൻ അത് ഉത്തരവാദപ്പെട്ടാണ് ഇവന് നോക്കണം.
ഞാൻ കൊണ്ടുപോയില്ല, ഇതൊന്നും വേണ്ട. പിന്നെ എനിക്കൊരു പ്രശ്നമുള്ള എന്തിനാന്ന് പറയുക, ഞാനിങ്ങനെ പറയണത് ഇവിടെ കഷ്ണം നുറുക്കാനും പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിനും ആ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അവർ വരുമ്പോൾ ഇവിടെ ആ മോനെ കാണണമെന്ന്. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറയാം, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചേ എന്താ പോണ പോക്കെന്ന്. പല ആളുകൾക്കും ഇവരെ തിരിച്ച് ആവശ്യമില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ആളുകൾ എപ്പോഴും ആ റേഞ്ചിലാണ് നിൽക്കുന്നുണ്ട്. കുറച്ച് പേര് പോകുന്നുണ്ട് കേട്ടോ, തിരിച്ചങ്ങനെയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഒട്ടുമിക്ക ടീമുകളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവരെന്തെങ്കിലും രീതിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ശരിക്കും ഇവിടെ ആകുമ്പോൾ ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഓക്കെയാണ് ഗുളിക കഴിക്കലും. അതും നമ്മളിവിടെ ശരിക്കും മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇടയ്ക്ക് തന്നെ കാണാൻ വന്ന് കയറുന്നത്. അപ്പം മരുന്ന് കൊടുക്കുക, അപ്പം തന്നെ വെള്ളം കുടിക്കുക, അപ്പം തന്നെ പരിപാടി കഴിഞ്ഞ് അത് കൊണ്ട് കളയാനുള്ള നേരമൊന്നും ഇല്ല അവർക്ക്. അപ്പം അത് കാരണം അതങ്ങനെ കഴിച്ചവരങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടില് പിന്നെ ഇവർക്ക് ഈ ചട്ടക്കൂട്ടിന്നൊക്കെ മാറി വേറെ ടൈം ടേബിൾ വരല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കും പിന്നെയും കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ട് ഇവർക്ക് ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഇതെല്ലാം എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ കുറെ നമ്മളവര് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. നെഗറ്റീവ് ഒക്കെ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലതും ഇതുപോലത്തെ വല്ലതും കേട്ടിട്ടുണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് അവർക്ക് ശരിക്കും വേണ്ടാണ്ടാണ് എന്താ വെച്ചാൽ ഒരു തരത്തിൽ അതന്നെ പറയണ്ടേ ആയിട്ടാണ് അവരിവിടെ എവിടെയെങ്കിലും കൊണ്ട് തട്ടണ ഒരു പരിപാടി പോലെയായി. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾ എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയറും പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് ഇവരോട് പെരുമാറുന്നത്. അതൊക്കെ തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തിന് നല്ല പോസിറ്റീവ് രീതിയിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അതായത് വീട്ടിൽ പോകുമ്പോൾ ഇവർക്ക് ഇയാൾ പിന്നെയും വന്നുവല്ലോ, അതായത് നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കല്യാണ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ തന്നെ പറയും, അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണ് വേണ്ട. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊടുന്ന് ആക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന കെയറും പിന്നെ അവരോടുള്ള നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഹെൽത്തിനായാലും മെൻ്റൽ ഹെൽത്തിനായാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുവിധം എല്ലാവരും ഇപ്പം ഫിസിക്കലി ആയാലും നല്ല രീതിക്ക് ഒരു മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെയറും അതുപോലെ തന്നെ അവരോടുള്ള പെരുമാറ്റങ്ങൾ അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ അവരെ സ്വാധീനിക്കുന്നുണ്ട്. വീട്ടിൽ പോകുമ്പോൾ വീണ്ടും പഴയ ഒരു രീതിയിലേക്ക് എത്തണോ, അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. റോസ് പറഞ്ഞത് ശരിയാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. മറ്റ് സ്ഥാപനങ്ങളെ പോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇതല്ലല്ലോ, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ നമ്മുടെ അച്ഛന്മാരായാലും അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആയാലും പ്രേക്ഷിത പ്രവർത്തനത്തിന് വരുന്നവരായാലും എല്ലാവരും ഒറ്റക്കെട്ടാണ്. ആരും അവർ ഒറ്റപ്പെടുത്തുന്നില്ല, എല്ലാവരും ചേർത്ത് പിടിച്ച് ഒരേ മനസ്സോടെ അവര് അങ്ങനെ റൂട്ടീനിലേക്ക് പോവുകയാണ്. ശരിക്കും ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ തന്നെയാണെന്നുള്ള ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ശരിയാണ്. ഓരോ ഫംഗ്ഷൻ അവരുടെ എല്ലാ വിശേഷങ്ങളും നമ്മളോട് പറയാ, എല്ലാം ഒന്ന് ഷെയർ ചെയ്യോടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമോ ശരിക്കും ഇവർ നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പൊ കഴിയണത്. അത് നമുക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്. അവരെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അതെന്നുവെച്ചാൽ നമ്മൾ കേൾക്കും എന്നുള്ളൊരു അപ്പൊ നേരത്തെ ജോഷ്ണി ചേച്ചി പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ കേൾക്കാൻ പഠിച്ചു. അവരിങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ കേട്ടാൽ മതി. അപ്പൊ തന്നെ അവർക്ക് കുറെ ആശ്വാസം ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു സാഹചര്യങ്ങളാകുമ്പോൾ ഇവൻ ഒന്നും പറയണ്ട, അവൻ വയ്യാത്ത ഒരാൾ, അങ്ങനെ എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു ഫീലാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അവരെ കേൾക്കാൻ ആൾക്കാരുണ്ട്, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാ ദിവസം കാലത്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രാജീവ് പാപ്പനൊക്കെ അതുപോലെ ജയരാജ്, അവർക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ നിൽക്കണ കാണാം, ഗ്രില്ലിൻ്റെ അവിടെ നിൽക്കണ കാണാം. അത് തന്നെ അപ്പം നമുക്ക് തോന്നും നമ്മളെയും, നമുക്ക് പേഴ്സണലി തോന്നും നമ്മളെ വെയിറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അങ്ങനെയും തോന്നിയിട്ടുണ്ട്. അതായത് അവർ നോക്കണത് ഇപ്പം ഞാൻ വരുന്ന വഴിക്കുന്നപ്പോൾ അവരവിടെ ഫ്രണ്ടിൽ അവിടെ ഉണ്ടായിരുന്നു, സത്യൻ അവരൊക്കെ അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ അവർക്ക് അറിയില്ല എന്നൊക്കെ, പക്ഷെ അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ വരുമ്പോൾ അവരിങ്ങനെ നമ്മളെ വിഷ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഇന്നുണ്ടായ അനുഭവമാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മീൻസ് നമ്മളെയും കൂടി അവർ കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുക്കണ കെയർ പോലെ തന്നെ അവർ നമ്മളെയും കെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവരോടൊക്കെ ഒരു പ്രാവശ്യം ഒരു കാര്യമാണ്. ഇപ്പോൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഇങ്ങനെ വീട് എവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇപ്പോൾ ഇവർ വന്ന് ചോദിക്കും, ഇപ്പോൾ അപ്പച്ചൻ കടയിൽ പോയോ, അമ്മയെ സുഖമായിരിക്കുന്നു, അനിയൻ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒരാൾ കാര്യം പരിചയപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നാളത് മറക്കും, ആ ആളെ ഏതാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇവർ നമ്മുടെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. അതും എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്.
പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നേക്കും, പനി, ചുമ, ക്യാൻസർ പോലത്തെ വലിയ അസുഖങ്ങൾ വന്നാൽ പോലും ആൾക്കാർ അങ്ങനെ അറപ്പോടും അങ്ങനെ കാണില്ല. ഇപ്പം മെൻ്റലി എന്തെങ്കിലും പ്രശ്നം വരാണ്, ഡിപ്രഷൻ വരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സൈക്കോട്ടിക് എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ ആൾക്കാർ അതെന്തോ ഒരു വലിയ സംഭവമായിട്ട് അതിനെപ്പറ്റി നോളജ് ഇല്ലാഞ്ഞിട്ടാണ് ആൾക്കാർക്ക്. നമ്മുടെ സമൂഹത്തിൽ ഒട്ടും മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട്, മെൻ്റൽ ഹെൽത്ത് എപ്പോഴും ഒരു സ്റ്റിഗ്മയാണ്. നമ്മൾ എത്രയൊക്കെ ക്ലാസ് എടുത്താലും എത്രയൊക്കെ അവയർനെസ് കൊടുത്താലും അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അവർ ഭ്രാന്തന്മാരാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് പുറത്തേക്ക് അറിയുള്ളൂ. ശരീരത്തിന് എന്ത് മറ്റേ പ്രശ്നം വന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോഴും മനസ്സിന് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലണില്ല. അതെന്തുകൊണ്ട്? അങ്ങനെ ഒരു ചോദ്യമാണ് നമുക്കിവിടെ ബാക്കി നിൽക്കുന്നത്. അത് പറഞ്ഞത് ശരിയാണ്. അതുപോലെ ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെ വയ്യാത്ത ആളുകളുള്ള വ്യക്തികളുള്ള ഫാമിലിയിലത്തെ ആൾക്കാരെ ഈ ഒരു കാര്യം പറഞ്ഞ് കുത്തി നോവിക്കുന്ന ഒരു, അല്ലെങ്കിൽ തമാശയാവും, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ചോദിക്കുന്ന പോലെയാവും, അല്ലെങ്കിൽ അവരുടെ വിശേഷം ചോദിച്ച രീതിയിലാവും. ഏതെങ്കിലും രീതിയിൽ ഒരു അവരെ മനസ്സിനെ കൊല്ലുന്ന ഒരു ഒളിയമ്പ് ഒരു വാക്കിൽ ഒളിപ്പിച്ചിട്ടായിരിക്കും പലരും ചോദിക്കുന്നത്. അത് ആ വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന ദുഃഖം, അവർ തല്ലിക്കൊല്ലി അതിലും നന്നാവുമായിരിക്കും. അവർക്ക് ഇങ്ങനെ വിഷമം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവർ തല്ലിക്കൊല്ലിയാവും. അത്രയും അവർക്ക് വേദന കുറവായിരിക്കും. അത്തരം ഒരു രീതി നമ്മുടെ സൊസൈറ്റിയിലെ 90% ആൾക്കാർക്കും ഉണ്ട്. നമ്മളായിട്ട് അത് ചെയ്യല്ലേ, വിഷമിപ്പിക്കൽ, അത് ചെയ്യുന്നില്ല. അതൊരു നമ്മുടെ ഭാഗത്തുനിന്ന് ആറ്റിറ്റ്യൂഡിൽ വരുത്തേണ്ട വലിയൊരു മാറ്റമാണ്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഫാമിലിയോട് വന്നു, അപ്പനും അമ്മയും പിന്നെ ഒരു 3 മക്കളും കൂടിയിട്ട്. അപ്പോൾ ആ 3 ആൺപിള്ളേരെ ഞാൻ. അപ്പോൾ അവരുടെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് അവർ വർത്താനം പറയില്ല, ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലത്തെ അമ്മ ടീച്ചറാണ്, പിന്നെ അപ്പൻ എന്തോ ബിസിനസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ 5 പേരും കൂടി വട്ടം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു മകൻ ചെന്നിട്ടാ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ആണെങ്കിൽ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഇവിടെ അങ്ങനെ കയറുമ്പോൾ തന്നെ അവർ ഇവിടേക്ക് ആദ്യമായിട്ടാന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ പിന്നെ അതിന് പുറമെ ഇങ്ങനെ എന്താ പേടിച്ച് പിടിച്ച പോലുള്ള രീതിയിലാണ്. ഈ 3 മക്കളാണെങ്കിലും അവർ ഇതിൻ്റെ പോലെ നമ്മൾ കബഡി കളിക്കാൻ പോകുമ്പോൾ കണ്ട പോലെ ഇങ്ങനെ പകച്ച് അങ്ങനെ കയറണം തന്നെ. അവർ ഇതില്ലാത്ത തന്നെ. അപ്പോൾ ഇവർ അതിൻ്റെ ഇടയിൽ നമ്മളെ ജയരാജ് കൈ പിടിച്ച് കൊണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നുണ്ട്, പിന്നെ ശബരി പോയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അവർ പരമാവധി ഒതുക്കിയിട്ട്. അപ്പോൾ ഈ ടീച്ചർക്കാണെങ്കിലും എന്തോ ഒരു ഇതിൽ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കും, മോനെ ഇങ്ങനെ നോക്കും, എന്താ വെച്ചാൽ അവൻ എന്തെങ്കിലും കാര്യം ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെ എന്നൊക്കെ കൊണ്ട് പോകണ്ട. എന്നാലും അവർക്കുള്ളിൽ ഒരു ഇതിലായിട്ട് പോയാനേട്ടാ. എന്നിട്ട് തന്നെ ഇരുന്ന് ചോറുണ്ട് കഴിഞ്ഞ് അവർ പാത്രം കഴിഞ്ഞ് നേരത്തെ അപ്പോഴേക്കും നമ്മുടെ അടുത്ത് ഒരു എനിക്ക് ജയരാജാണെന്നുണ്ട് ആ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ടാണ് കണ്ടു. അങ്ങനെ എടുത്തുകൊണ്ട് പോയി അവർ കഴുകിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നേരത്ത് ജിൻ്റെ അങ്ങോട്ട് വന്നത്. അപ്പോൾ ജിൻ്റെ പിന്നെ മെയിൻ കഥാപാത്രമാണല്ലോ എപ്പോഴും, അത് കാരണം കൊണ്ടാണിട്ട്. അപ്പോൾ രീതിയില്ല. അപ്പോൾ ആള് വന്നിട്ട് ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചറുടെ പേര് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ടീച്ചർക്കൊന്നും പറയാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് രീതിയിലുള്ള ചിന്തയാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇവനോട് ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് വർത്താനം ചോദിക്കുന്നുണ്ട്. മക്കളോട് ചോദിച്ചു, അതിൻ്റെ ഉത്തരം പറഞ്ഞു. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട് സ്ഥലം പറഞ്ഞു. എന്താ ജിൻ്റെ ചോദിച്ചു ഇങ്ങനെ വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വീടിൻ്റെ സ്ഥലം പറഞ്ഞു. അപ്പവും പറഞ്ഞു എൻ്റെ ഇതിൻ്റെ ഇത് ഇങ്ങനെ ഇത് ഈ സ്ഥലം അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി മുമ്പ് ഇവിടെ നിന്നിട്ട് കുറേ വെടിയടിക്കണതിൻ്റെ ഉള്ളൊരു വെടിയാണ് അത്രയുള്ളൂ. കാരണം സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം അങ്ങനെയാണെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ അത് കേട്ടപ്പോൾ ആ ചേട്ടായിക്ക് എന്തൊരു മാറ്റം വന്ന പോലെ തോന്നിയിട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ ചോദിച്ചു ഈ സ്ഥലം അറിയുന്നു പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു ഇവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. പിന്നെ എന്താ പറയുക വീട്ടും പേരെ നിന്ന്. അപ്പം വീട്ടും പേര് പറഞ്ഞു. അപ്പോൾ വീട്ടും പേര് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് അതൊരു ടീച്ചർ ഇങ്ങനെ അകന്ന് മക്കളെ 3 പേര് ഇങ്ങനെ അപ്പോൾ ടീച്ചറെ അവിടെയാണോ ആ വീട്ടും പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയാ ഞാൻ ഇവിടെ ഒന്നും കണ്ട പോലെ തോന്നുന്നു. ഞാൻ വിചാരിച്ചപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ബന്ധുക്കളാണ്. എന്നിട്ട് കുറച്ച് ഇത് വർത്താനം പറഞ്ഞു. അതിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാനിങ്ങനെ സ്കൂൾ ഇവിടെ ഈ സ്ഥലത്താണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് സ്ഥലം വലിയ പിടിയില്ല അത് കാരണം. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ജിൻ്റെ പറഞ്ഞു കൊച്ചിറാണ് ടീച്ചർ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർക്ക് എന്തോ ഉള്ളിൽ ഭയങ്കര ക്യൂരിയസിറ്റി. അപ്പോൾ ടീച്ചർ ചോദിച്ചു നീ എവിടെ പഠിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ആ സ്കൂളിലാണ്. അപ്പം നമ്മളിതിങ്ങനെ കേട്ടോണ്ട് ഇതല്ലല്ലോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ബാങ്ക് ടീച്ചർ ഫോണൊക്കെ എടുക്കണേന്ന്. മോൻ എന്നിട്ട് അവനെ വിളിച്ച് മോൻ്റെ കയ്യിൽ ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ഫോണൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഇത് ഫോട്ടോകളൊക്കെ ഇന്ന് നോക്കണ്ട. അപ്പം എന്തിനാന്ന് മനസ്സിലായില്ലേ പറയാം കൊച്ചിറാണി ടീച്ചറെ ഫോട്ടോ കണ്ടു കൊടുക്കാൻ. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിറാണി ടീച്ചർ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചർ പറയണേ അപ്പം ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോന്ന്. ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഭയങ്കര സെറ്റാകും അതുപോലെ. അപ്പം ചോദിച്ചപ്പോൾ അതറിയില്ല, ടീച്ചറെ മാത്രമേ തന്നെ അറിയില്ല, ബാക്കി കൊച്ചിറാണി ടീച്ചറെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ആരറിയാം.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ ഫ്ലൈറ്റ് കഴിയില്ല. അതൊക്കെ ഞാൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കണ്ടെന്തിനാണെന്നറിയോ, അത്രയും നേരം ഈ 3 ഇങ്ങനെ നോക്കി നടന്ന് ടീച്ചറും പിന്നെ ഭർത്താവും പിന്നെ മക്കളും ജിൻ്റപ്പനും ടീമൊക്കെ അവർ ഫോട്ടോ എടുക്കുന്നു. അത് കൊള്ളാലോ. വന്ന് പോയപ്പോഴെന്ന് വെച്ചാലേ ഒരു എന്താ പറയാ, കുറച്ച് വന്ന ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്നൊരു പ്ലാസ്റ്റിക് ചേഞ്ച് വന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടുത്തെ ചിലർക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു അറപ്പ് പറയില്ലേ, ഒരു പ്രശ്നം അങ്ങനെ ഉള്ളിലുണ്ടാവും, ചിലപ്പോൾ പുറത്തേക്ക് കാണിക്കില്ല. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരാഴ്ചയൊക്കെ അങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരിൽ ഒരാളായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സെമിനാറിലായിരുന്ന സമയത്ത് ചില നേരത്ത് അവിടെ വെറുതെ ഇങ്ങനെ എന്ന് വെച്ചാൽ ചില മിക്കപ്പോഴും ഇങ്ങനെ ഓരോ റഷായിട്ട് ഇങ്ങനെ പോയിട്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ചില നേരത്ത് എന്താ പറയുക, ശരിക്കും മെഷീൻ പോലെ ആവും. എന്ന് വെച്ചാൽ കാലത്ത് എഴുന്നേക്കണു, ബെല്ലടിക്കണു, ഈ ബെല്ലടിക്കുമ്പോൾ എനിക്കണു, അത് പോണു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു, പല്ലേക്കണ സമയത്ത് അങ്ങനെ വന്നു, അത് അപ്പോഴേക്കും കുർബാന, അതിങ്ങനെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ പോയിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഗ്യാപ്പ് തരും ചില ദിവസങ്ങളിൽ നടക്കാനൊക്കെ കൊണ്ട്. അപ്പോൾ നടക്കാൻ പറയുമ്പോൾ ചിലവർ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ റെക്ടർ ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ അവിടെ ഇവിടെ ഒന്നും പോയി കറങ്ങിയിട്ട് വരണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ആയിരുന്നു കോട്ടയത്തായിരുന്നു, അപ്പോൾ നിങ്ങൾ അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് ചെല്ലും, വെറുതെ ചുമ്മാ പോയിട്ട് ഈ നടക്കണം ഇവിടെ നടക്കണം ഈ നടക്കാം അവിടെ പോയി നടക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് പേര് എന്തായാലും റെക്ടർ പറഞ്ഞല്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് പേര് അങ്ങോട്ട് പോയി നടക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ആള് പറഞ്ഞ എന്തിനാന്നുള്ളത് പിന്നെ മനസ്സിലായി. എന്തിനാ പറഞ്ഞത്, വെറുതെ ഈ പട്ടിച്ചന്തയ്ക്ക് പോകാന്ന് പറഞ്ഞ പോലെ പോയതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ കുറേ ആളുകൾക്കൊന്നും അവരുടെ സ്വന്തക്കാരൊന്നും ഇല്ല, വെറുതെ അതിൻ്റെ ഉള്ളിൽ കിടക്കണേ. അപ്പം അങ്ങനെ കിടക്കണ അവർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാൻ അതിനൊക്കെ പറയണത് അടുത്തുള്ള ബെഡുള്ളവരോട് പറയണേ. അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കഞ്ഞി എടുത്ത് കൊടുത്തു ചിലവർക്ക്, പിന്നെ അതുപോലെ വെള്ളം കൊടുക്കുന്നത്, അത് പിന്നെ കുറച്ച് നേരം അവിടെ നിങ്ങൾ 4 മണിക്ക് ചായയൊക്കെ കൊടുത്ത്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്, ഈ ഫുഡ് കൊണ്ടുപോകുന്നതൊക്കെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കൊടുക്കുക ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പലയിടത്തേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കുന്ന ആളുകളുണ്ട് ഇഷ്ടപ്രകാരം. അപ്പോൾ അച്ഛൻ ഉദ്ദേശിച്ച ഇത്രയുള്ളൂ, വെറുതെ ചുമ്മാ നിങ്ങളുടെ ലൈഫ് കളയരുത്. യൂത്തായിട്ട് ഇങ്ങനെ വെറുതെ ചില ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവർ കൃത്യമായിട്ട് ഒരു കൊച്ചു വന്നു, അവൻ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവനെ കാണാനില്ല. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അവൻ്റെതായിട്ടുള്ള റൂമ്, അവൻ്റെതായിട്ട് ഫോണ്, അതിലിങ്ങനെ ഇരുന്ന് ആക്കുക. എനിക്കാണെങ്കിൽ ഈ സാധനം ഇങ്ങനെ അധികം അറിയില്ല, നമ്മൾക്ക് കുറെ കൊല്ലമായിട്ട് ഇത് ഉപയോഗമില്ലാത്ത കാരണമുണ്ട്. പക്ഷെ ആൾക്ക് കൂളായിട്ട് അത് എത്ര ഒരു മടുപ്പില്ല, ചെവിയിൽ ഇങ്ങനെ വെച്ചിരുന്ന് ഞാൻ അതിങ്ങനെ പോരണ വരെ നോക്കിയപ്പോഴും ആശ അതിൻ്റെ ഉള്ളിലാണ്. കുറച്ച് നേരം എന്ന് വെച്ചാൽ അവരുടെ ഫീൽഡും ഐഡിയ ഒക്കെ മാറി. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് കാണുന്ന ഗെയിം കളിച്ചിരിക്കില്ല അങ്ങനത്തെ. അപ്പം അങ്ങനെ മനസ്സ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇടുങ്ങി കൂടുന്നേക്കാളും എത്രയോ നല്ലത് ഇങ്ങനത്തെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് നമുക്ക് കുറേ നേരം പറഞ്ഞു. പിന്നെ എല്ലാ വട്ടവും ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ എടുത്തു കൊടുക്കാനും അതിനൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാ. അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഫാമിലി തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ എല്ലാവർക്കും ഫാമിലി ഒരേ ബാക്ക്ഗ്രൗണ്ട് ഒരേ സിറ്റുവേഷൻ ആയിരിക്കും. ചില ഫാമിലികൾ പാരമ്പര്യമായിട്ട് അങ്ങനെ ശരിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഫാമിലിയൊക്കെ നമുക്കറിയാം ബ്രോക്കൺ ഫാമിലിയാണ്, അണുകുടുംബാണ്, ഡാഡി മമ്മി അനിയത്തി അത്രേ ഉള്ളൂ. അപ്പൊ കൂട്ടുകുടുംബങ്ങൾ കുറവാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ അവസരങ്ങളും കുറവാണ്, നമുക്ക് അറിവുമില്ല, പലർക്കും അറിവുമില്ല എന്താണെന്നുള്ളത്, ദൈവികമായിട്ടുള്ള ജ്ഞാനം ആർക്കും ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പള്ളിയിലൊക്കെ ആക്റ്റീവായി കഴിയുമ്പോൾ CLC, ജീസസ് യൂത്ത്, മരിയൻ സംഘടനകൾ അങ്ങനെ കുറച്ച് ആക്റ്റീവായി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു റൂട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി ഫോർമേഷൻ രൂപീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ CLC, ജീസസ് യൂത്ത് ആക്ടിവിറ്റീസ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാസം അല്ലെങ്കിൽ ഇയർലി ഒരു തവണയൊക്കെ ഇതേപോലെ വിസിറ്റിങ്ങിന് വരിക, ഇവരോട് കൂടി സ്പെൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് ഓണം, ക്രിസ്മസ്, അങ്ങനെയൊക്കെ ഒരു സോഷ്യൽ സർവീസ് മൈൻഡ് അവരിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും യുവതലമുറകൾക്ക്. അത് ശരിയാണ്. നമുക്ക് ഇപ്പോൾ CLC, ജീസസ് യൂത്ത്, KCYM ഇതുപോലെ ഒത്തിരി സംഘടനകളും പിന്നെ കാറ്റിസം, സൺഡേ കാറ്റിസം, അതുപോലെ ഇടവക തലത്തിൽ അച്ഛന്മാരുടെ ഒരു നമുക്ക് നേതൃത്വമൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സംഘടനാ തലത്തിൽ നിന്ന് കിട്ടിയ ഊർജം ഇവിടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യലായിട്ട് വളരെ ഒരു മാറ്റം നമുക്കത്
കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫർട്ട് അവിടെയും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ഉദാഹരണമാണ് നമ്മുടെ മുണ്ടൂർ സ്കൂളിൽ നിന്ന് മാസത്തിലൊരു ദിവസം ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഫുഡ്, അത് അവർക്കൊരു ആങ്സൈറ്റിയാണ്. ഒരു അപ്പാപ്പൻ ഒരു അമ്മാമ്മയ്ക്ക് നമ്മൾ ഒരു നേരത്തെ ഫുഡ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എല്ലാവരും കൂടി വെച്ച് അത് പൊതിഞ്ഞ് ബാഗിലാക്കി കൊണ്ടുവന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്ത് ഒരു നേരത്തെ ഫുഡ് ഇവർക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞു. മുണ്ടൂർ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ കഴിഞ്ഞോട്ട് അമലയെന്ന് വന്നില്ലേ, അപ്പോൾ അവര് വന്നു കഴിഞ്ഞപ്പോൾ അവര് എന്ന് വെച്ചാലേ നഴ്സുമാരാണ് വന്നത്. അവർ വന്ന് ഇവിടെ വന്നിട്ട് കുറെ വർത്താനം പറയലും തുള്ളിച്ചാടി കളിക്കലും അങ്ങനെ എല്ലാവരും ഇതാക്കി ആക്കി. അപ്പോൾ എനിക്ക് അത് വന്ന് കഴിഞ്ഞിട്ട് പോണ നേരത്ത് അതിൻ്റെ ഉള്ളിൽ ചിലവർ വർത്താനം പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ചിലവരുണ്ടായിരുന്നു. അവരൊന്ന് വർത്താനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോഴേ ഞങ്ങളുടെ അവിടുത്തെ ഹോസ്പിറ്റലിലത്തെ എല്ലാ ടെൻഷനുകളും അവിടെ ആ പണി ഈ പണി അതിൻ്റെ ഇടയിൽ പഠനം ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ആയിട്ട് ഏതോ ശരിക്കും ഒരു ഉല്ലാസയാത്ര വന്ന പോലെ ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ. കാരണം അവരുടെ മൈൻഡ് സെറ്റ് വന്നത് ഇപ്പം നമ്മളാണെങ്കിലും വരണത് വന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്നത് വരണത് ഇവിടെ സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരെ അവരെ വന്ന് കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഒരു കെയറാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഉള്ളിൽ ഒരു കുറേ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് വന്ന് ആകെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വന്ന് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജോലി അതിൻ്റെയൊക്കെ ആവും. അതിൽ നിന്നൊക്കെ ശരിക്കും പെട്ടെന്നൊരു റിലീഫ് കിട്ടിയ പോലെ ആയിട്ട് വന്നപ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതാണല്ലോ, ഇവിടെ നമ്മുടെ മക്കളൊക്കെ അവരോടൊപ്പം കളിക്കലും കസേര കളിയും അങ്ങനെ ഇങ്ങനെയൊക്കെ തിക്കും തിരക്കും ബഹളമൊക്കെ അങ്ങനെയൊക്കെ ഇവരും ഭയങ്കര ഹാപ്പിയാണ്, വന്നവരും ഭയങ്കര ഹാപ്പിയാണ്. അത് കാരണം കൊണ്ട് അവർ പറഞ്ഞു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിന്നെയും അടുത്ത ടീമുകൾ ഇനിയിപ്പോൾ അവർ വിടാന്ന്. മാനസികമായി പലതരത്തിലുള്ള സംഘർഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പല ഭവനങ്ങളിൽ നിന്നും കടന്നു വരുന്ന ഈ മക്കൾ വീട്ടിലായിരിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അവരിവിടെ വരുമ്പോൾ അവരെല്ലാവരും ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. ഒരു പക്ഷേ ഈ അത്ഭുതം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് ധ്യാനത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ദേവാലയത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അത്ഭുതം എന്നതിനേക്കാൾ ഉപരിയായിട്ട് വ്യത്യസ്തമായ ഒരു അത്ഭുതമാണ്. ചെറുപ്പക്കാരായിട്ടുള്ള പല വ്യക്തികളും ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ഇന്നത്തെ ലോകം നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയിലൂടെ സുഖലോലുപതിലൂടെ ജീവിച്ചു പോകുന്ന ഒരു സമൂഹം, ഒരു യുവജനം. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു വരുന്ന ഒരുപാട് യുവജനങ്ങൾ. തീർച്ചയായിട്ടും അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് പറയുക. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, പ്രത്യേകിച്ച് സമൂഹത്താൽ വെറുക്കപ്പെടുന്നവരെ, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ സ്നേഹിക്കുവാനും അവരെ മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് ഈ യുവജനങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്.